ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ക്ഷേത്ര മുറ്റത്ത് നിൽക്കുന്നത്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തിയുടെ ഊർജമാണ്. മാത്രമല്ല, മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും മനസ്സിലെ ഭക്തിയുടെ നൈവേദ്യമായ ഈ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞ വശ്യമനോഹരമായ കാവിലമ്മയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ആധ്യാത്മിക പ്രഭാഷണം അവതരിപ്പിക്കുവാനായിട്ട് എന്നെ പ്രാപ്തിയാക്കിയ സർവേശ്വരിയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ നമിക്കുന്നു. ഒപ്പം വളരെ പരിമിതമായ എൻ്റെ അറിവിൽ നിൽക്കുന്ന ആത്മീയമായ അറിവുകൾ എൻ്റെ സ്വന്തം നാട്ടിലെ സുമനസ്സുകളിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിച്ച ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നമസ്കാരം. ഒപ്പം സരസ്വതി കടാക്ഷത്താൽ എൻ്റെ നാവിൽ ഉച്ചരിക്കുന്ന ഈശ്വരീയമായിട്ടുള്ള മഹത്തായ ഈ അറിവ് ശ്രവിക്കുന്ന ഇന്നാട്ടിലെ എല്ലാ ഭക്ത സജ്ജനങ്ങൾക്കും സുമനസ്സുകൾക്കും എൻ്റെ നമസ്കാരം. കാവിലമ്മയുടെ മുറ്റത്ത് നിന്ന് മൂന്നാമത്തെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അതോടൊപ്പം കാവിലമ്മയ്ക്ക് തീർത്താൽ തീരാത്ത നന്ദി എൻ്റെ മനസ്സുകൊണ്ട് അർപ്പിക്കുകയാണ്. കാരണം പ്രഭാഷണം എന്ന മേഖലയിൽ ഞാൻ അരങ്ങേറ്റം കുറിച്ചത് എൻ്റെ കാവിലമ്മയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ടാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം തീർച്ചയായിട്ടും എനിക്കുണ്ട്. നിരവധി ഈ 3 വർഷക്കാലം നിരവധി ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിനായും ഈശ്വരീയമായിട്ടുള്ള വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുമൊക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ മഹാമായയുടെ മുന്നിൽ നിന്നുകൊണ്ട് വീണ്ടും ഇന്ന് അങ്ങനെ ഒരു നിമിഷത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ പ്രഭാഷണ വിഷയം എന്ന് പറയുന്നത് ഭഗവത്ഗീത ജീവിത മൂല്യങ്ങളിലാണ്. നമ്മുടെ നിത്യേനയുള്ള നമ്മുടെ കർമ്മങ്ങളിലും അതോടൊപ്പം ഓരോ ദിവസവും നാം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഈ കാലത്ത് ഭഗവത്ഗീതയുടെ മൂല്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇന്നൊരു ആത്മീയ പ്രഭാഷണം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ ഭഗവത്ഗീത പറയാൻ എനിക്ക് കിട്ടുന്ന ഓരോ അവസരവും എൻ്റെ ഈ ജന്മത്തിലെ സൗഭാഗ്യകരമായിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഗീതയെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുന്നേ ആയിട്ട് ഗീതാ മാതാവിനെ ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത ധ്യാനത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം
അമ്പത്വാമനുസന്ധരാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻ നാരായണൻ പാർത്ഥന് ഉപദേശിച്ചതും, അതായത് അർജുനന് ഉപദേശിച്ചതും വേദവ്യാസനായ നമ്മുടെ പുരാണ മുനിയായ വേദവ്യാസനാൽ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ രചിക്കപ്പെട്ടതും 18 അധ്യായങ്ങളോട് കൂടിയതും അതോടൊപ്പം അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നതും സംസാര വിദ്വേഷിണിയുമായ അമ്മേ ഭഗവത്ഗീതയെ ഞാൻ അമ്മയെ ധ്യാനിക്കുന്നു എന്നാണ്. നിത്യവും മനസ്സിൽ ധ്യാനിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും ഈശ്വര നിശ്ചയമാണ്. ഈശ്വരൻ ഇത് കേൾക്കണമെന്ന് തീരുമാനിച്ചവരിലേക്ക് മാത്രമേ ഇത്തരം അറിവുകൾ എത്തുകയുള്ളൂ. അതായത് ഗീത കേൾക്കാൻ അർഹതയുള്ളവർക്കേ അത് സാധിക്കൂ എന്നർത്ഥം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ പറഞ്ഞതാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരിലേക്കും ഈ അറിവുകൾ ഇന്ന് എത്തുന്നുണ്ടെങ്കിൽ അത് ഈശ്വര നിശ്ചയം തന്നെയാണ്. പൊങ്കാലയുടെ നിറഞ്ഞ ആ സാന്നിധ്യത്തിൽ, മഹനീയമായ ഈ ഒരു സാന്നിധ്യത്തിൽ എല്ലാവരും അതിൻ്റെ തിരക്കിലാണെന്നറിയാം. എങ്കിലും പൊങ്കാല അർപ്പിക്കുന്നതിനോടൊപ്പം ഈശ്വരൻ നമുക്ക് വേണ്ടി പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടി എല്ലാവരും ഗ്രഹിക്കണം. അത് ഗ്രഹിച്ചാൽ മാത്രം പോരാ, നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. ഗീതയുടെ ഓരോ മഹത്തായ വചനങ്ങളും കേൾക്കുന്നത് മഹാപാപങ്ങൾ പോലും ഇല്ലാതാക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഗീതാർത്ഥ ശ്രവണ സക്തോ മഹാപാപയുതോപിവ വൈകുണ്ഠം സമമാപ്നോതി വിഷ്ണുവിനെ സഹമോദതേ എന്നാണ്. അതായത് ഗീതാർത്ഥം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാൾ ഇനി എത്ര മഹാപാപം ചെയ്തവരാണെങ്കിൽ പോലും അതൊക്കെ ഒഴിഞ്ഞ് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം, സാക്ഷാൽ ഭഗവാനോടൊപ്പം ആനന്ദം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഈ വരികളുടെ അർത്ഥം. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ശ്രദ്ധിക്കുമെന്നും മനസ്സിൽ ഗ്രഹിക്കുമെന്നും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുമെന്നും വിശ്വസിക്കുന്നു. വേദവ്യാസനാൽ വിരചിതമായിട്ടുള്ള ഈ മഹാഭാരതം ഭീഷ്മപർവത്തിലെ 18 മുതൽ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് ഭഗവത്ഗീത. ആത്മജ്ഞാനി സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് തന്റെ ബന്ധുക്കൾ ഉൾപ്പെട്ട കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടുവാൻ വിമുഖത കാട്ടിയ അർജുനനെ കർമ്മോത്സുകനാക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. ദിവ്യദൃഷ്ടി ലഭിച്ച സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് യുദ്ധഭൂമിയിൽ നടക്കുന്നത് വിവരിച്ചു കൊടുക്കുന്ന മട്ടിലാണ് വ്യാസൻ മഹാഭാരതം വിവരിക്കുന്നത്. യുദ്ധസമയത്ത് ഭീഷ്മർ ശരശയിൽ ആവുകയും ഇതറിഞ്ഞ ധൃതരാഷ്ട്രർക്ക് വളരെയധികം ദുഃഖം തോന്നുകയും സങ്കടം തോന്നിയിട്ട് അവിടെ എന്താണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സഞ്ജയനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി സഞ്ജയൻ വിവരിക്കുന്നതാണ് ഗീതോപദേശം. ആകെ 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. അതിൽ ഒരേ ഒരു ശ്ലോകം മാത്രമേ ധൃതരാഷ്ട്രർ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂ. പിന്നീടുള്ള 40 ശ്ലോകങ്ങൾ സഞ്ജയൻ മറുപടി നൽകുന്നതായിട്ടാണ്. ശേഷം 85 ശ്ലോകങ്ങളാണ് അർജുനന്റെ സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ടുള്ളത്. പിന്നീടുള്ള 574 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളാണ്. നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അറിയുമോ എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് പോലും ഈ തലമുറയിലെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല.
അവരുടെ സ്കൂളുകളിലാണെങ്കിലും അവർ സഹകരിക്കുന്ന അവരുടെ മറ്റു സുഹൃത്തുക്കളോടാണെങ്കിലും സഹോദര മതസ്ഥരായിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ അവർക്കുണ്ടാവും. ആ സുഹൃത്തുക്കളോട് അവരുടെ ഗ്രന്ഥത്തിലെ ഒരു കാര്യം ചോദിച്ചാൽ ആ കുട്ടികൾ വളരെ പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളോട് നമ്മുടെ ഗ്രന്ഥത്തിലെയും പുരാണത്തിലെ ഇതിഹാസത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനോ അല്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം നമ്മുടെ കുട്ടികൾക്കില്ല. ഈ സമയത്ത് നമ്മൾ രക്ഷകർത്താക്കൾക്കെങ്കിൽ നമ്മൾ മുതിർന്നവർക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികളെ ഗീത പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഗീതാ പഠനം ഈ തലമുറയിലെ കുട്ടികൾക്ക്. കാരണം ഈ യുഗത്തിലെ കുട്ടികളില് അപ്രത്യക്ഷമാകുന്ന മൂല്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് ഗീതാ പഠനം സാധ്യമാകുന്നുണ്ട്. പ്രശ്നങ്ങളെ ചെറുക്കാനുള്ള പ്രലോഭനം നഷ്ടപ്പെട്ടതിനാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്യാനുള്ള ശക്തി ഗീതാ പഠനത്തിൽ നിന്നും ലഭ്യമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തയും വേർതിരിച്ചറിഞ്ഞ് നല്ലതിലേക്ക് അവരുടെ ജീവിതത്തെ നയിക്കാനുള്ള മനസ്സ് അവർക്ക് ഗീതാ പഠനത്തിലൂടെ സാധ്യമാണ്. അതിനാൽ അറിവ് നേടിയതിനു ശേഷം അവർ എപ്പോഴും മോശം കൂട്ടുകെട്ടിനേക്കാൾ നല്ല സുഹൃത്തുക്കളിലേക്ക് എത്തപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ കോപം വർദ്ധിച്ചു വരുന്നതായിട്ട് നിരവധി അമ്മമാര് പരാതി പറയാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും മക്കളോട് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് അച്ഛനും അമ്മയും പേടിയാണ്. പക്ഷെ ഇപ്പോൾ രക്ഷകർത്താക്കൾക്ക് മക്കളെ പേടിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് ഈ തലമുറ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ കുട്ടികൾ തിരിച്ചറിയുന്നില്ല അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും വഴക്ക് പറയുന്നതെന്നും അവർ അപകടത്തിലേക്കാണ് പോകുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് തങ്ങളെ തിരുത്താൻ ഇവർ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ വളരെ ദേഷ്യഭാവത്തില് തർക്കുത്തരവും പറഞ്ഞ് വീടുകളിൽ നിന്നുമൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു മനോഭാവം നമ്മുടെ കുട്ടികളിൽ ഇപ്പം വളരെ കൂടുതലാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ കുറച്ച് കുട്ടികളെ ഏകദേശം ഒരു 100-ൽ പുറത്ത് കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ ഗീതാ പഠനത്തിന് ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിരവധി അമ്മമാർ ഫോണിലൂടെയും നേരിട്ടും തന്റെ മക്കളെ കുറിച്ച് വളരെ വിഷമത്തോടെ കണ്ണീരോടെ ഒരുപാട് കാര്യങ്ങൾ വന്ന് പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ അവരോട് ഞാൻ പറഞ്ഞത് അവരുടെ ഗീതാ പഠനം അവർ ഗീതയിലേക്ക് കടക്കുന്ന ആ സമയം മുതൽ അവരുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകും. ഈശ്വരന്റെ ആ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ജീവിതത്തിലേക്ക് പകർത്താൻ തുടങ്ങും. ധൈര്യമായി പൊക്കോളൂ എന്നാണ്. ഇപ്പോൾ 2-3 മാസത്തോളം ആയിട്ടുണ്ട്. ആ അമ്മമാരെല്ലാരും വളരെ സന്തോഷവതികളാണ്. കാരണം അവർ മനസ്സിൽ ആഗ്രഹിച്ച പോലെയുള്ള അവരുടെ മക്കളെ അവർക്ക് തിരിച്ചു കിട്ടിയെന്ന് അവര് തൊഴുകൈയോടെയാണ് എൻ്റെ മുന്നിൽ വന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. ആ കുട്ടികളിൽ വന്ന മാറ്റം ഞാനും നേരിട്ട് അനുഭവിച്ചതാണ്. കുട്ടികൾ മുഖേന ഇപ്പോൾ മുതിർന്നവരിലേക്ക് ഈ അറിവുകൾ എത്താൻ തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത്. മുൻപൊക്കെ നമ്മുടെ വീട്ടിലേക്ക് മുതിർന്നവരൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ ഉള്ളപ്പോൾ മുത്തശ്ശന്മാരും ഗീത വായിക്കുകയും രാമായണം വായിക്കുകയും അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ കൂടെ ഇരുത്തി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. പക്ഷെ ഇപ്പോൾ അത് തിരിഞ്ഞു, കാലം മാറി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കുട്ടികളാണ് ഇപ്പോൾ ഗീത പഠിപ്പിക്കുന്നത് മുതിർന്നവരെ. അപ്പോൾ ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾ മുഖേന ഞങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് അറിവുകൾ ലഭ്യമാകുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഗീതാ പഠനം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലേക്ക് എല്ലാവരും എത്തിക്കണം. ഇത്തരത്തിലുള്ള ഈ സനാതനധർമ്മ പഠന ക്ലാസ്സുകളും ഗീതാ പഠനവും മുഖേന നല്ല ഒരു ഭാവി നമ്മുടെ കുട്ടിക്ക് സ്വത്തും പണവും ഒക്കെ നമ്മൾ സമ്പാദിച്ചിട്ട് അതാണ് എൻ്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. വില കൂടിയ കാറുകളും ബൈക്കുകളും ഒക്കെ വാങ്ങിക്കൊടുത്ത് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നാം തന്നെയാണ് നമ്മുടെ കണ്ണീരിനുള്ള വഴി തുറക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ആത്മീയമായ അറിവ് കൂടി നമ്മൾ അവർക്ക് കൊടുക്കണം. ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരിക്കലും
കുട്ടിയെ നമുക്ക് പൂർണ്ണനാക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണ വ്യക്തി എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യമല്ല. കാരണം സയൻസും മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു നല്ല മകനോ ഒരു നല്ല ഭർത്താവോ നല്ല ഒരു അച്ഛനോ നല്ല ഒരു സമൂഹത്തിലെ നല്ലൊരു വ്യക്തിയോ ഒരു സഹോദരനോ ഒന്നും ആക്കാൻ സാധ്യമല്ല. ഇതേപോലെ തിരിച്ചും ഒരു മകളാണെങ്കിലും നല്ല ഒരു ഭാര്യയായി, നല്ല ഒരു അമ്മയായി, നല്ല ഒരു സഹോദരിയായി, നല്ല ഒരു അമ്മുമ്മയായി ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് പരിഹരിച്ച് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തികം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. നമുക്ക് ഇത് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ തന്നെ നമുക്ക് എടുത്തു നോക്കാം. എത്രയോ ഉദാഹരണങ്ങളാണ് നിരവധിയായിട്ടുള്ളത്. സമ്പത്ത് കൊണ്ട് മാത്രം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ആരെയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധ്യമാകുമോ? ഒരിക്കലുമില്ല. തിരിച്ചറിവാണ്, അറിവിനേക്കാൾ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ നേടാനുള്ള ഒരവസരവും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നില്ല. ഒരു കുട്ടിക്ക് ധാർമ്മിക മൂല്യം ആദ്യമായി ലഭിക്കുന്നത് അവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നാണ്. എന്നാൽ ഇന്ന് കുടുംബ ബന്ധങ്ങളിലും വ്യക്തി ബന്ധങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശൈഥില്യം, ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും ആരും കൽപ്പിക്കുന്നില്ല. പണ്ടൊക്കെ ഒരു അവധി ദിവസം വന്നാൽ സഹോദരങ്ങളുടെയൊക്കെ വീട്ടുകളിലൊക്കെ പോയി അല്ലേ, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുജന്റെയും ചേച്ചിയുടെയും അതേപോലെ കൊച്ചച്ഛൻ്റെയും വല്യച്ഛൻ്റെയും ഒക്കെ വീടുകളിൽ പോയി എല്ലാവരുമായിട്ട് ഒത്തുകൂടി സന്തോഷമായിട്ടാണ് എല്ലാവരും പിരിയുന്നത്. ഈ ബന്ധങ്ങൾ എന്നും മനസ്സിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു അവധി ദിവസം വന്നാൽ എല്ലാവർക്കും റിസോർട്ടുകളിലും സ്വിമ്മിംഗ് പൂളിലുമാണ് എല്ലാവരും സമയം ചിലവഴിക്കുന്നത്. അപ്പൊ ബന്ധങ്ങൾക്ക് വലിയ വിലയൊന്നും ആരും കൊടുക്കുന്നില്ല. അത് തന്നെയാണ് കുടുംബത്തിൽ നിന്നും കിട്ടേണ്ട ഒരുപാട് മൂല്യങ്ങൾ. ഇപ്പോൾ അച്ഛനും അമ്മയും ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും അല്ലേ തിരക്കുകളാണ്. ഈ തിരക്കുള്ള സമയത്ത് വൈകുന്നേരം തിരിച്ചു വന്നാലും വീട്ടിലെ ജോലി, ഓഫീസിലെ ടെൻഷൻ, കുട്ടികളുമായിട്ട് നമുക്ക് കുറച്ചു നേരം ഒരു അരമണിക്കൂർ പോലും എല്ലാവരും ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിക്കുന്നത് വളരെ കുറച്ച് കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്. പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ നാം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ മുതലെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനല്ല, നമ്മുടെ മനസ്സ് കൊണ്ട് ഗ്രഹിക്കാനാണ്. നാം തന്നെ, നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ ഉയർത്തണം. നല്ല ചിന്തകളിലൂടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നമുക്കിതിനൊക്കെ സാധ്യമാകത്തുള്ളൂ. ഗീത പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഉദ്ധരേതാത്മനാത്മാനാം നാമാത്മാനമവസാധയേതി. അതായത് മനസ്സിനെ സ്വയം ഉയർത്തണം. നാം ചെയ്യുന്നതോ, നാം ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ നിരവധി നെഗറ്റീവായിട്ടുള്ള ചിന്തകളാൽ താഴ്ത്തിക്കൊണ്ടു പോവുകയാണ്. ഇതിൽ നിന്നും മനസ്സിനെ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാനും നമുക്ക് സ്വയം നന്നാവാനുമുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ. ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളിലേക്ക് ഈ സാംസ്കാരിക അവബോധം വളർത്തിയെടുക്കുവാനും മനുഷ്യത്വപൂർണമായിട്ടുള്ള ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുവാനും നാട്ടു നന്മകളെയൊക്കെ വീണ്ടെടുക്കുവാനും ഉതകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ടാണ് സൃഷ്ടി ധാർമ്മിക അക്കാദമി മുന്നോട്ട് പോകുന്നത്. ആദരിക്കേണ്ടവരെ ആദരിക്കുവാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുവാനും നമ്മുടെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുവാനും നമ്മുടെ ഇന്നത്തെ തലമുറ മറന്നു പോയിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളെ മൃഗീയമായിട്ട്, മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഈ യാതന അനുഭവിക്കുന്നത് അമ്മമാരാണ്. എന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ 1-2 ദിവസമായിട്ട് കേൾക്കുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരുവന് സ്വന്തം അമ്മയെ മൃഗീയമായി കൊല്ലാൻ, സ്വന്തം സഹോദരനെ മൃഗീയമായി കൊല്ലാനുള്ള മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലഹരിയിൽ അടിമപ്പെട്ട് സ്വന്തം
ബന്ധങ്ങളെയും സ്വന്തം രക്തത്തെയും പോലും തിരിച്ചറിയാനാവാതെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കൺമുന്നിൽ ദൃശ്യമാണ്. നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. നമ്മുടെ കുട്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, വൈകിട്ട് തിരികെ വരുന്നു. ഇതിനിടയിൽ ഇവൻ ആരൊക്കെ കാണുന്നു, ആരൊക്കെയായിട്ട് സഹകരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഒരു അച്ഛൻ തന്റെ മകന്റെ തെറ്റിനെ കുറിച്ച് പറഞ്ഞത്. സ്വന്തം അച്ഛനാണ്. മകൻ സുഹൃത്തുക്കളുമായിട്ട് വീടുകളിൽ വരുന്നു, പക്ഷെ കുറേയധികം സമയം ശുചിമുറിയിൽ ബാത്റൂമിലാണ് ചിലവഴിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ അച്ഛൻ അറിഞ്ഞ കാര്യം ലഹരി ഉപയോഗമാണ്. ഇപ്പൊ സ്വന്തം വീട്ടിൽ പോലും ലഹരി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനൊക്കെ നമ്മൾ വകവെച്ച് കൊടുത്തിട്ടാണ്. ഒരിക്കലും കുട്ടികളെ നമ്മൾ കുറ്റം പറയേണ്ട. നമ്മൾ അതിനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ മുതലെടുക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഈ സമൂഹത്തില് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം നമ്മൾ ആ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ല. ആത്മീയമായ അറിവുകളിലൂടെ മാത്രമേ ഇത്തരം അറിവ് അവരുടെ മനസ്സിലേക്ക് എത്തുകയുള്ളൂ. ഭാരതത്തിന്റെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ സമൂഹത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ച് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ നേർപാതയിലേക്ക് നയിക്കാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഇത്തരം ക്ഷേത്രങ്ങളിലൂടെയും മറ്റ് സംഘടനകളുമെല്ലാം നിരവധി പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി കുട്ടികൾ എത്തുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് നമുക്കൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കാനുള്ള ഭാഗ്യം ഇത്തരം പ്രഭാഷണങ്ങളിലൂടെയും സത്സംഗങ്ങളിലൂടെയും ഒക്കെ അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ പരിസരത്ത് നമുക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഏത് ക്ഷേത്രാങ്കണങ്ങളിലും ഇത്തരം വിലയേറിയ അറിവുകൾ പകരുന്ന പ്രഭാഷണങ്ങളിലൂടെയും സത്സംഗങ്ങളിലൂടെയും ഒക്കെ അറിവുകൾ കിട്ടുന്ന അവസരം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. മൊബൈൽ ഫോണിന് അടിമയായിരിക്കുന്ന കുട്ടിയെ കുറച്ചു നേരം ഈ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, ആത്മീയ പ്രഭാഷണങ്ങൾ, ഈശ്വരനെ കുറിച്ച് അവരിലേക്ക് എത്തിക്കണം. അതിനൊന്നും നമ്മൾ മുതിരാത്തതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്, നമ്മുടെ കുട്ടികളെ നയിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാനുള്ള സമയം അതിക്രമിച്ചു. ഇതുവരെ ഗീത പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കാട് കയറി പോവുകയാണ്. അപ്പോൾ ഭഗവത്ഗീത, ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള അമൃത്, പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഭഗവാൻ. തലമുറകളായിട്ട് ധർമ്മം സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഉപനിഷത്തുകളാകുന്ന ഗോക്കളെ കറന്നെടുത്ത അമൃതാണ് ഗീത. കന്നുകുട്ടി അർജുനൻ, കറവക്കാരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെ ഗോക്കളിൽ നിന്ന് ഉപനിഷത്തുക്കളാകുന്ന ഗോക്കളിൽ നിന്ന് കറന്നെടുത്ത ഈ അമൃത് അർജുനനാകുന്ന നമ്മൾ ഓരോരുത്തർക്കും, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് സജ്ജനങ്ങളായ നമുക്ക് നുകരുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗീതാമൃതം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ അമൃതിനെയാണ് നമ്മളൊക്കെ ഇത്രയും നാളും വേണ്ട എന്ന് വെച്ചത്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാല നന്ദന പാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതയിലെ വളരെ മഹനീയമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ധ്യാന ശ്ലോകത്തില്. ഇത്രയും നല്ല മഹത്തായ വാക്കുകൾ പോലും ഗ്രഹിക്കാനുള്ള മനസ്സ് നമുക്ക് ഇല്ലാതെ പോകുന്നത് വളരെ വിഷമകരമാണ്. ഗീതയുടെ സന്ദേശം എന്തെന്നാൽ ഭഗവാൻ പറയുന്നു, ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സന്തോഷമായിരിക്കുക എന്നതാണ്. ഒപ്പം മറ്റുള്ളവരെ സഹായിക്കുകയും വേണം. ഇത് നല്ലവരായിരിക്കുകയും നല്ലത് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാക്കാൻ പറ്റൂ.
എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്. നമ്മളൊക്കെ നിരവധി ദുഃഖങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ തരണം ചെയ്തുള്ള ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ഭഗവാൻ പറയുന്നു, സന്തോഷമായിരിക്കുക. നമ്മളുടെ ചുമതലകൾ നമ്മൾ നിർവഹിക്കുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നിന്ന് ചിരി മാറാതെ നിൽക്കണം. എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കണം. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു മനോഭാവമാണ്. നമ്മളിപ്പോൾ പലതിനെയും ഉപേക്ഷിച്ചാൽ മാത്രം, ഉപേക്ഷിക്കണമെന്നല്ല, അതിനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒരു നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ സന്തോഷം കൈവരിക്കാൻ സാധിക്കൂ. ഇവിടെ ശ്രീകൃഷ്ണനെ ഉദാഹരണമാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവാന്റെ കഥകൾ. ജനിക്കുന്നതിന് മുന്നേ തന്നെ വെല്ലുവിളികൾ ഏറ്റുവാങ്ങിയ ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു. സ്വന്തം അമ്മയുടെ മുലപ്പാൽ പോലും കുടിക്കാനുള്ള ഭാഗ്യം കിട്ടാത്ത ഒരു മകൻ. ജനിച്ച മാത്രയിൽ തന്നെ അമ്മയിൽ നിന്നും വേർപെട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുകയും മറ്റൊരു അച്ഛനെയും അമ്മയും സ്വീകരിക്കേണ്ടി വന്നു. ഇതിനൊക്കെ പുറമെ നിരവധി ആളുകൾ വധിക്കാനായിട്ടല്ലേ, ഒരുപാട് വെല്ലുവിളികൾ, വധഭീഷണികളും വധിക്കാൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിവരെല്ലാം ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ നേരിട്ടത്. ഒടുവിൽ വേടന്റെ അമ്പേറ്റ് ഇഹലോകവാസം വെടിയാൻ പോകുന്ന സമയത്തും ഭഗവാന്റെ മുഖത്ത് നിന്നും ആ ചിരി മാഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയുമൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഭഗവാന്റെ മുഖത്ത് ആ ചിരി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ചിരിച്ചാൽ? ഒരു ചെറിയ കാര്യത്തിന് പോലും വിഷമിക്കുകയും ആത്മഹത്യയുടെ വക്കിലേക്ക് നാം എത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഭഗവാനെ ഒന്ന് ഓർത്താൽ മാത്രം മതി. ഭഗവാന്റെ ഒരു ചിത്രം വീട്ടിലുണ്ടെങ്കിൽ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. ആ പുഞ്ചിരി നമുക്ക് തിരിച്ചു നമ്മുടെ ജീവിതം പിടിക്കാനുള്ള സർവ്വ ധൈര്യവും നൽകും. അപ്പോൾ നേരത്തെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ സന്തോഷം കൈവരിക്കാൻ അതിന് നമുക്ക് ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽപ്പുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതിൽ ഒന്നാമത്തേതാണ് അലസത. നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം ഒരു ദിവസം രാവിലെ ഉറക്കമെണീക്കുമ്പോൾ തന്നെ നമ്മൾ അവരിൽ കാണുന്ന ഒന്നാമത്തെ ലക്ഷണമാണ് ഈ മടി എന്ന് പറയുന്നത്. 7 മണിയായാലും ഉറക്കമെണീക്കാത്ത കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും. അപ്പോൾ വിളിക്കാൻ ചെല്ലുമ്പോഴും പിന്നീട് എണീക്കാനാണ് അവർ ആദ്യം മടി കാണിക്കുന്നത്. ഇങ്ങനെ അലസത നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം തുടങ്ങുമ്പോഴേ നമുക്ക് അലസ മനോഭാവത്തിലാണ് നാം എത്തപ്പെടുന്നത്. എന്ത് കാര്യവും പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രവണത, അതെല്ലാം ഈ അലസതയുടെ ഭാഗമാണ്. അന്നന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കണമെന്ന് നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. അത് നാളത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. ഇത് നമ്മൾ ആദ്യം അനുവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളും ഇത് അനുവർത്തിക്കുകയുള്ളൂ. ഈ നാളെ എന്ന് പറയുന്നത് സത്യത്തിൽ ഉണ്ടോ? അതൊരു സങ്കല്പം മാത്രമല്ലേ? ഇന്ന് നമുക്ക് എന്തുറപ്പ് പറയാൻ പറ്റും നാളെയെ കുറിച്ച്? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒന്നും അടുത്ത നിമിഷം പോലും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് അലസത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൈവരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേതാണ് വ്യക്തികളോടും വസ്തുക്കളോടുമുള്ള ചില സാഹചര്യങ്ങളോടുമുള്ള അടുപ്പം. അതും എടുത്തു പറയണം. വ്യക്തികളോടും വസ്തുക്കളോടും മാത്രമല്ല സാഹചര്യങ്ങളോടുമുള്ള അടുപ്പം നമുക്ക് സന്തോഷം കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാണ്. മൂന്നാമത്തേതാണ് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണമില്ലായ്മ. ഏറ്റവും കൂടുതൽ നമ്മുടെ ദുഃഖത്തിലേക്കുള്ള പാത തുറന്നു തരുന്നതാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങളും. ഇതിനെ രണ്ടിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ സന്തോഷം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നാലാമത്തേതാണ് നിങ്ങളെയും അല്ലെങ്കിൽ അതായത് നമ്മളെയും, ഭഗവാൻ പറയുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളെയും എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും ഈശ്വരനെയും ലോകത്തെയും കുറിച്ചുള്ള ശരിയായ ധാരണയുടെ അഭാവം.
ആദ്യം നാം നമ്മെക്കുറിച്ച് സ്വയം മനസ്സിലാക്കണം. നാം എന്താണ്, ഈ ശരീരം, ഈ മനസ്സ്, ഈ ആത്മാവ്, ഇതൊക്കെ എന്താണെന്ന് നാം സ്വയം മനസ്സിലാക്കണം. പിന്നീട് ഈ ലോകത്തെ കുറിച്ച് പഠിക്കണം. സത്യത്തിൽ ഈ ലോകത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് പല അപകടങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു ചേരുന്നത്. പിന്നെയാണ് ഈശ്വരൻ. ഈ ഈശ്വരനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി എന്താണ് എന്ന് നാം തിരിച്ചറിയണം. ഭഗവത്ഗീത സ്വായത്തമാക്കുന്ന ഓരോരുത്തരിലും ഈ തടസ്സങ്ങളെ എല്ലാം വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഭഗവാനാണ് കേന്ദ്ര ബിന്ദു. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇതൊക്കെ നിഷ്പ്രയാസം നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമുക്ക് ലഭിച്ച ഈ ജന്മത്തിൽ നാം അഭിമുഖീകരിക്കുന്നത് എന്തും കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻ ജന്മത്തിലും ഈ ജന്മത്തിലെ നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് കർമ്മഫലം. തീർച്ചയായിട്ടും നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവന് നല്ല ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ഫലം വളരെ ദുഷ്കരമായിരിക്കും. അതാണ് സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് പറയുന്നത്. അല്ലാതെ സ്വർഗമെന്ന് പറയുന്നത് സുന്ദരിമാരായ നിരവധി അപ്സരസുകൾ നിറഞ്ഞ പട്ടുമെത്തയൊക്കെ വിരിച്ച് സ്വർണവും വജ്രവും വൈരവും ഒക്കെ നിറഞ്ഞ അങ്ങനെയുള്ളൊരു സ്വർഗമല്ല. ഇതൊക്കെ ഭൂമിയിലുണ്ട്. നമ്മളുടെ കർമ്മത്തിന്റെ ഫലം, നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗ തുല്യമായിട്ടുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ചെയ്യുന്നത് മോശം കർമ്മങ്ങളാണെങ്കിലോ നരക തുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും നാം അനുഭവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നാം മറന്നു പോവുകയാണ്. ഈ അറിവുകൾ നമ്മളിലേക്ക് എത്തുന്ന ആ നിമിഷം മുതൽ നമ്മുടെ കർമ്മങ്ങളെ നന്മ നിറഞ്ഞതാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതരാകുന്നില്ല. പിന്നെയോ ചെയ്യേണ്ടുന്ന കർമ്മം കൃത്യമായി ചെയ്തേ മതിയാകൂ എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുകയാണ്. ധർമ്മത്തിൽ ഊന്നിയ കർമ്മമായിരിക്കണം എന്ന് മാത്രം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാതെ ധർമ്മത്തിന് നിരക്കാത്ത കർമ്മം ചെയ്താൽ ഒരിക്കലും നല്ല ഫലം കിട്ടില്ല. അതിന്റെ ഫലം നമുക്കും അധർമ്മത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും ലഭ്യമാകുന്നത്. ഇത് പറയുമ്പോൾ ഭീമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒരു ചെറിയ ഒരു കഥ ഓർമ്മ വരാണ്. കഥയല്ല, നമുക്കെല്ലാം കഥാരൂപേണയാണല്ലോ നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാരും പൂർവികരും ഒക്കെ കഥകളിലൂടെയാണ് തത്വത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് കഥ എന്ന് പറഞ്ഞത്. ഭീമനും അർജുനനും കൂടെ ഭീമനും ശ്രീകൃഷ്ണനും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയില് കൃഷ്ണനോട് ഭീമൻ ചോദിച്ചു, എന്താണ് ഈ മുൻജന്മ പാപം കൃഷ്ണ? കഴിഞ്ഞ ജന്മം നാം ചെയ്ത പാപം എങ്ങനെയാണ് ഈ ജന്മം അനുഭവിക്കുന്നത്? കാരണം ഈ ജന്മം നമ്മുടെ ആത്മാവല്ലേ, കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്ന ആ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ ഉടലിലേക്ക് മാറുകയാണല്ലോ. പിന്നെ എങ്ങനെയാണ് ആ ജന്മത്തിലെ ഫലം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒരു മൈതാനത്തിന്റെ അരികിലായിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ ദൂരെ ആ മൈതാനം ചൂണ്ടിക്കാട്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, അവിടെ ധാരാളം പശുക്കൾ മേയുന്നുണ്ട്, 100 കണക്കിന് പശുക്കൾ മേയുകയാണ്. ഇതിനിടയിൽ നിന്നും ഒരു പശുക്കിടാവിനെ കൊണ്ടുവരാൻ ഭീമൻ തയ്യാറാകണമെന്ന് പറഞ്ഞു കൃഷ്ണൻ. അങ്ങനെ ഭീമൻ പശുക്കുട്ടിയെ എടുക്കാനായിട്ട് മൈതാനത്തിലേക്ക് നടന്നു പോവുകയും അവിടെ നോക്കുമ്പോൾ ഒരു 100 കണക്കിന് ഒരുപാട് പശുക്കൾ നിന്ന് മേയുന്ന ഇടയ്ക്കിന് ഒരു കിടാവ് തന്റെ അമ്മ പശുവിന്റെ അകടിൽ നിന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭീമൻ ആ പശുക്കുട്ടിയെ എടുത്ത് ഭഗവാന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന മാത്രമേ തന്നെ ഭഗവാൻ പറഞ്ഞു, അതിനെ തിരിച്ചയച്ചേക്കുമെന്ന്.
ഭീമൻ കൃഷ്ണൻ പറഞ്ഞ പ്രകാരം അനുസരിച്ചു. പശുക്കിടാവിനെ തിരിച്ചയക്കുകയും ചെയ്തു. ഈ കിടാവ് ഓടിച്ചെന്ന് നേരെ ഇത്രയും നൂറുകണക്കിന് പശുക്കൾ മേയുന്ന ഇതിനിടയിൽ നിന്നും തന്റെ അമ്മയുടെ പാൽ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നോക്കൂ ഭീമ, ഇത്രയും പശുക്കൾ നിരന്നു നിന്നിട്ടും അതിന്റെ സ്വന്തം അമ്മയെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായി. ഇതുപോലെയാണ് നമ്മ ഓരോരുത്തരെയും സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടകർത്താവിന് അല്ലെങ്കിൽ സൃഷ്ടാവിന് നാം ഇനി ഏതൊക്കെ ജന്മമെടുത്താലും ഏതൊക്കെ ഉടലുകൾ സ്വീകരിച്ചാലും നാം ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ പിന്നെ സംശയം മാറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭീമൻ തൊഴുകൈയോടെ കൃഷ്ണനോട് നന്ദി പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് തെളിവോടുകൂടിയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു സന്ദർഭമാണ് നമ്മുടെ പുരാണത്തിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉള്ളത്. അപ്പൊ കർമ്മം എന്ന് പറയുന്നത്, കർമ്മം എന്ന് പറയുന്നത് നാം ചെയ്തേ മതിയാകൂ. ഒരിക്കലും കർമ്മം ചെയ്യാതെ ഒളിച്ചിരുന്നത് കൊണ്ട് കർമ്മഫലം അനുഭവിക്കാതെ പോവില്ല. ചെയ്യേണ്ടുന്ന കർമ്മം കൃത്യമായും എല്ലാവരും ചെയ്യുക. ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തില് കർമ്മയോഗത്തിലെ ഒരു 4-ാമത്തെ ശ്ലോകമുണ്ട്. നഹി കശ്ചിത് ക്ഷണം അഭിജാതുതിഷ്ടമ്യ കർമ്മകൃത് കാര്യദേഹ്യവശ കർമ്മ സർവ പ്രകൃതി ചേർഗുണ. അതായത് പ്രകൃതിയിൽ നിന്നും ഉളവാകുന്ന ത്രിഗുണങ്ങളുടെ വാസനകൾക്കനുസരിച്ച് നാം ഓരോരുത്തരും കർമ്മം ചെയ്തേ മതിയാകൂ. സത്വരജ തമോ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മളുടെ പ്രകൃതി. നാം ഓരോരുത്തരിലും ഈ ഗുണങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ഈ ഗുണങ്ങളോട് കൂടിയ കർമ്മങ്ങൾ നാം ചെയ്തേ മതിയാകൂ എന്നാണ് ഗീതയിലെ ഈ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മം ചെയ്യണമെന്ന് മാത്രം, എന്നാൽ മാത്രമേ പരമമായ മോക്ഷത്തിൽ എത്താൻ സാധിക്കൂ എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. പരമമായ സത്യത്തിലേക്ക് എത്തണമെങ്കിൽ, ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണ് നാം ചെയ്യേണ്ടത്. ഇവിടെയും മഹാഭാരതത്തിലെ ഒരു ഉദാഹരണം കർണനും അർജുനനും തമ്മിലുള്ളൊരു കഥയാണ്. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കർണന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ അർജുനൻ പകച്ചു പോകുമോ എന്നുള്ളൊരു സംശയം ഭഗവാനിൽ ഉണ്ടായി. ഈ സമയം തന്റെ മായാശക്തിയില് ഭഗവാൻ കർണന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂഴ്ത്തുകയുണ്ടായി. അങ്ങനെ യുദ്ധസമയത്ത് കർണൻ ഇറങ്ങി വന്ന ചക്രം ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന സമയം കൃഷ്ണൻ അർജുനനോട് പറയും, ആ വേളയില് കർണന്റെ നേർക്ക് അസ്ത്രം അയക്കണം. അപ്പോൾ ഭഗവാന്റെ ഉപദേശമെല്ലാം കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് അർജുനൻ പിന്നീട് എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല, അർജുനൻ അതിന് തയ്യാറായി. ഇത് കർണൻ ശ്രദ്ധിക്കുകയും കർണൻ ഉടനെ തന്നെ ഭഗവാന്റെ സമീപം വന്നിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, ധർമ്മത്തിനെ കുറിച്ച് നിരവധി തവണ പറയുന്ന അങ്ങ് തന്നെയാണോ ഈ അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നത് എന്ന്? അതായത് അധർമ്മം ചെയ്യുന്നവൻ ഒരിക്കലും ധർമ്മിഷ്ഠനാവില്ല എന്നല്ലേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് കൃഷ്ണനോട് കർണൻ ചോദിച്ചപ്പോൾ, അത് മാത്രമല്ല യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ നിയമത്തിനെതിരാണ് ആയുധമില്ലാത്ത ഒരുവനെ വധിക്കുക എന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്താണ് അറിയാത്ത ഭാവത്തില് ഇത്തരത്തിലുള്ള അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നത് എന്ന് ഭഗവാനോട് കർണൻ ചോദിച്ചപ്പോൾ കർണൻ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇത്തരത്തിൽ ധർമ്മത്തിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത് കർണ? കൗരവ സഭയില് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് നീ മുൻപന്തിയിൽ നിന്നവനല്ലേ? അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുവാൻ നീ കൂട്ടു നിന്നവനല്ലേ? ഇത്തരത്തിൽ അധർമ്മത്തിലൂടെ മാത്രം ജീവിതം ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന, ജീവിതത്തിൽ ഓരോ അധർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നീ എന്തിനാണ് ഇപ്പോൾ ധർമ്മത്തെ കുറിച്ച് പറയുന്നത്? നിനക്കതിനുള്ള അർഹതയില്ല. ഇത് പറയുന്ന മാത്രയിൽ തന്നെ അർജുനന്റെ അമ്പേറ്റ് അസ്ത്രമേറ്റിട്ട് കർണൻ നിലം പതിക്കുകയാണ് ചെയ്തത്. ഇത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധർമ്മത്തിന്റെ ഫലം, അധർമ്മത്തിലൂടെയുള്ള
മരണം തന്നെയാണ് എന്നാണ്. അപ്പൊ നാം ഒക്കെ ചെയ്യുന്നത് ധർമ്മത്തിനെതിരായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ നമുക്കും അത്തരത്തിലുള്ള അധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ച് അധർമ്മത്തിലൂടെ തന്നെ നമുക്കും ഈ ഭൂമിയിൽ നിന്നും വിട പറയാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ പറഞ്ഞ് മനസ്സിലാക്കണം, ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ എപ്പോഴും ധർമ്മത്തിന് അധിഷ്ഠിതമായിരിക്കണമെന്ന്. ഇവിടെ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. പണ്ട് വളരെ ക്രൂരതയ്ക്ക് പേര് കേട്ടിട്ടുള്ള നിരവധി ക്രൂരതകൾ ചെയ്യുന്ന ഒരു രാജാവും മന്ത്രിയും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. ഇതിൽ നിന്നും നിങ്ങൾ ഈ ഒരു തത്വം ഉൾക്കൊള്ളണം. ക്രൂരതകൾ മാത്രം ചെയ്യുന്ന ഒരു രാജാവ് മന്ത്രിയായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ എൻ്റെ ദുഷ്കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇനി മുതൽ നല്ല കർമ്മങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രിക്ക് ഇതത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം മന്ത്രി മറ്റേ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നല്ല രസിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ രാജാവിനോട് ചോദിച്ചു, പെട്ടെന്ന് എന്താ ഇത്ര ഒരു മനമാറ്റം വന്നതെന്ന് ചോദിച്ചപ്പോൾ രാജാവ് കുറച്ച് കാര്യങ്ങൾ മന്ത്രിയോട് പറഞ്ഞു. ഒന്ന്, രാവിലെ മുറ്റത്ത് ഉലാത്തുന്ന സമയത്ത് ഒരു പൂച്ച ഒരു വശത്തായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതവിടെ വെറുതെ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു നായ ഓടി വന്ന് ഈ പൂച്ചയെ കടിച്ചത്. അതിന്റെ കാല് മുറിയുകയും അത് മുടന്തി നടന്നു പോവുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു രസമൊക്കെ തോന്നി. കാരണം എന്താണ്, എന്റെ മനസ്സിലും ദുഷ്കർമ്മങ്ങളാണല്ലോ ഉള്ളത്. അത് കണ്ട് ഞാനിങ്ങനെ രസിച്ച് നിന്നപ്പോൾ തൊട്ടടുത്ത നിമിഷം ഈ നായയെ എതിരെ വന്ന ഒരു മനുഷ്യൻ കല്ലെറിഞ്ഞു. ഈ നായയുടെ കാലൊടിയുകയും ചെയ്തു. ഈ നായ മുടന്തി പോകുന്നത് കണ്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തന്റെ കുതിരയിൽ സവാരി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുതിര ആ മനുഷ്യനെ തള്ളി താഴെ ഇടുകയും ആ മനുഷ്യന്റെ കാലൊടിയുകയും ചെയ്യുന്നത് കണ്ടു. പിന്നെയും കുറച്ചു സമയം കഴിഞ്ഞു. അപ്പോൾ ഈ കുതിര വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പുഴയിലേക്ക് ചെന്നപ്പോൾ ആ പുഴയിൽ നിന്ന് ഒരു മുതല ഈ കുതിരയുടെ കാലില് കടിച്ചു. കുതിരയുടെ കാലും മുറിഞ്ഞു. കുതിരയും ഞൊണ്ടി പോകുന്നത് കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, ഇതൊക്കെ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഉടനുടനെ കിട്ടുന്നതാണ് എന്ന് പെട്ടെന്നൊരു ബോധോദയം എനിക്ക് ഉണ്ടായി മന്ത്രി. അപ്പോൾ ഇനിയെങ്കിലും ഈശ്വരൻ എന്റെ മുന്നിൽ ഇത് കാണിച്ചു തന്നത് നീ സൂക്ഷിച്ചോ, ഇത് നിനക്കുള്ള പാഠമാണ് എന്ന് പറയുന്നത് പോലെ തോന്നി എന്ന് രാജാവ് മന്ത്രിയോട് പറഞ്ഞു. അപ്പൊ മന്ത്രിക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. മന്ത്രി എന്ത് കരുതി, എന്തായാലും രാജാവ് നന്നാവാൻ തീരുമാനിച്ചു. നാളെ മുതൽ എന്നെയും നന്നാക്കും, അതുകൊണ്ട് രാജാവിനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാമെന്ന് മന്ത്രിയുടെ ദുശ്ചിന്ത അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ രാജാവിനെയും കൂട്ടി മട്ടുപ്പാവിന്റെ മുകളിലേക്ക് പോയിട്ട് തള്ളിയിട്ട് കൊല്ലാമെന്നായിരുന്നു പ്ലാൻ. എന്തായാലും മുകളിലേക്ക് പടവുകൾ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഈ പടവിൽ നിന്നും കാല് വഴുതി മന്ത്രി നിലത്ത് വീണു. മന്ത്രിയുടെ 2 കാലും ഒടിഞ്ഞു. അപ്പോൾ രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തിന്മയുടെ ഫലം തിന്മ തന്നെയാണ്. ഇത്രയുമൊക്കെ ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം ചെയ്യണമെന്നും എനിക്ക് മനസ്സിൽ കുറ്റബോധം തോന്നുകയും ഞാൻ അതിൽ നിന്നെല്ലാം പിന്മാറാൻ തീരുമാനിക്കുകയും ചെയ്തു. നീയും നന്നായിക്കോട്ടെ എന്ന് കരുതി നിന്നോട് ഞാനത് പറഞ്ഞപ്പോൾ നീ അത് ചിന്തിച്ചതുമില്ല, പകരം വീണ്ടും നിന്റെ മനസ്സ് ദുശ്ചിന്തയിലേക്കാണ് പോയത്. അപ്പോൾ അതിന്റെ ഫലം അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രാജാവ് തിരിച്ചുപോയി. അപ്പൊ ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് ഈ ഓരോ രീതിയിലും നാം അനുഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇനി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നല്ലതാണോ അതോ ചീത്തയാണോ എന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ഇനി ഭഗവത്ഗീത നമുക്ക് പഠിപ്പിക്കുന്ന 10 ജീവിതത്തിലെ പ്രധാന ഭാഗങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ. ആ പ്രധാന ജീവിത പാഠങ്ങൾ നാം എല്ലാവരും ഉൾക്കൊള്ളുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഭഗവാൻ പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും
തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ജീവിതം നന്മ നിറഞ്ഞതും ഐശ്വര്യം നിറഞ്ഞതുമായി മാറും. അതിൽ ഒന്നാമത്തേതാണ് ഒന്നിനെയും ഭയക്കാതിരിക്കുക. മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് എന്താണ്? മരണം. മരിക്കുന്നത് എല്ലാവർക്കും പേടിയാണ്. എന്തിനാണ് പേടിയെന്ന് ചോദിച്ചാൽ എന്തൊരു കാര്യത്തിനെയും ഏതൊരു കാര്യത്തിനെയും നമുക്ക് പേടിയെന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ഭയം മരണം എന്നതാണ്. ഭഗവാൻ അർജുനനോട് പറയുന്നു, മരണത്തെ പോലും ഭയക്കരുത്. കാരണം നശ്വരമായതിന് മാത്രമാണ് മരണം, അനശ്വരമായതിന് മരണമില്ല. ഇത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുനൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. കാരണം ലോകത്തിൽ നിന്നുള്ളതെല്ലാം നശ്വരമാണ് അർജുന. സ്വത്തും സമ്പത്തും എല്ലാം ഇതൊക്കെ ഒരിക്കൽ നശിച്ചു പോകുന്നതാണ്. ഭയം എന്നതില്ലെങ്കിൽ ജീവിതത്തെ നമുക്ക് വളരെയധികം സന്തോഷകരമാക്കി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ സാധാരണയേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതം സുന്ദരമാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഭയം മൂലം കർമ്മത്തിൽ നിന്ന് പിന്മാറുന്നവനെ ആരൊക്കെ ബഹുമാനിച്ചിരുന്നുവോ, ആരൊക്കെ ആദരിച്ചിരുന്നുവോ അവരെല്ലാം വെറും ഭീരുവായി കാണുകയും പുച്ഛിക്കുകയും ചെയ്യും. നിന്നെ ആരൊക്കെ ഇതുവരെ ബഹുമാനിച്ചിരുന്നുവോ അവരെല്ലാം നിന്നെ പുച്ഛിക്കും. സമൂഹത്തിൽ നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്യും. അപ്പോൾ ഇതിനേക്കാൾ ദുഷ്കരമായിട്ട് എന്താണ് അർജുന പിന്നീടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അർജുനന്റെ മനസ്സിന് മാറ്റം സംഭവിക്കുകയാണ്. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗത്തിലെ 35-ാമത്തെ ശ്ലോകമാണ്. ഭയാദ്രണാത് ഭരതം നംസ്യന്തേ ത്വം മഹാരഥ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസസ്യ ലാഘവം അവാച്യ വാദാംച ബഹുൻ വദിഷ്യന്തി തവാഹിത നിരുദ്ധസ്തവ സാമർത്ഥ്യം തതോ ദുഃഖകരം നുകിം. ഗീത വീട്ടിലുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എല്ലാവരുടെയും വീടുകളിൽ ഒരു ഗീത നിർബന്ധമാണ്. ഭഗവത്ഗീത ഉള്ള വീടുകളില് ഭഗവാന്റെ സാമീപ്യം ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ഗീത പഠിക്കുന്നിടത്തും പഠിപ്പിക്കുന്നിടത്തും ചൊല്ലുന്നിടത്തും വാങ്ങി വയ്ക്കുന്നിടത്തും ഗീത ഇരിക്കുന്ന എല്ലായിടവും വിഷ്ണു ഭഗവാന്റെ സാമീപ്യം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്. ഇതുള്ളവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷമം, സഹിക്കാനാവാത്തൊരു വിഷമം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഓടിച്ചെന്ന് ഈ ഗീത എടുത്തൊന്ന് വായിച്ചു നോക്കേ. നമ്മളുടെ വിഷമം എന്താണോ എന്നത് കൃത്യമായിട്ട് അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള പരിഹാരം ഭഗവാൻ നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. ആ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഈ ഏത് ദുഃഖത്തിലാണോ നാം ഇരിക്കുന്നത് ആ സാഹചര്യത്തിൽ വലിയൊരു ആശ്വാസം നമുക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും വീടുകളിൽ ഗീത നിർബന്ധമാക്കുക. ഇനി 2-ാമത്തേതാണ് ഒന്നിനെയും സംശയിക്കാതിരിക്കുക. ജീവിതത്തിൽ സംശയം എന്നത് നമ്മുടെ ദുഃഖത്തിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സംശയം എന്നത് ഒരിക്കലും ജീവിതത്തിൽ പാടില്ല എന്ന് കൃഷ്ണൻ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു രംഗമാണ് അവിടെ ഉള്ളത്. അതായത് സംശയാലുവായിട്ടുള്ള ഒരാൾക്ക് ഈ ജന്മത്തിലും വരും ജന്മത്തിലും സമാധാനം ഉണ്ടാകില്ല എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നതിന് മുന്നേ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നീ ഈ കൗരവർ എന്ന് പറയുന്നത് അർജുനന്റെ ബന്ധുക്കളാണ്. ഈ ബന്ധുക്കളെ എല്ലാവരെയും കണ്ട് ഇവരെ എല്ലാവരും ഞാൻ വധിക്കണോ എന്നുള്ള ദുഃഖത്തില് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഈ ഒരു ഗീതോപദേശം നടക്കുന്നത്. അപ്പോൾ സംശയം, കർമ്മം ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയത്തില് അർജുനൻ നിൽക്കുമ്പോൾ ഭഗവാൻ ഉപദേശിക്കുകയാണ്, ഇത്തരത്തിലുള്ള മനോമാലിന്യങ്ങൾ നമ്മെ നയിക്കുന്നത് വിനാശത്തിലേക്കാണ്. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടുണ്ടായ മാനസികമായ സംശയങ്ങൾ അറിവിന്റെ വാളുകൊണ്ട് അറുത്തു മാറ്റൂ. എന്നിട്ട് നീ എന്ത് ചെയ്യണം? യോഗവാനായിട്ട് ഉയർത്തെഴുന്നേൽക്കൂ അർജുന എന്ന് ഭഗവാൻ ആരോട് പറയുന്നു? അർജുനനോട്. അപ്പോൾ തന്നെ അർജുനന് ധൈര്യം കിട്ടുകയാണ് ഭഗവാന്റെ വാക്കുകളിലൂടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സന്ധ്യാസമയത്ത് നമ്മൾ ഒരു അരണ്ട വെളിച്ചത്തിലൂടെ നടന്നു പോകുമ്പോൾ, ഇതെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം, പല
പ്രഭാഷണ വേദികളിലും അല്ലെങ്കിൽ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ഒക്കെ പറയുന്ന ഉദാഹരണമാണ്. നമ്മൾ ഈ സന്ധ്യ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു അരണ്ട വെളിച്ചത്തിൽ നടന്നു വരുമ്പോൾ കുറച്ച് ദൂരത്തായിട്ട് എന്തോ ഒന്ന് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇത് കയറാണോ അതോ പാമ്പാണോ എന്ന സംശയത്തില് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ പേടിച്ചു നിൽക്കും. കയറാണ് എന്ന് നമ്മൾ അത് ഉറപ്പിച്ചാൽ ആ സംശയത്തിനെ മാറ്റി നമുക്ക് മുന്നോട്ട് ചെന്ന ഇത് കയറാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതെടുത്ത് മാറ്റി നമുക്ക് മുന്നോട്ട് പോകാം. അതല്ല, അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് പാമ്പാണ് എന്ന് കണ്ടാലോ പിന്നിലോട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കാം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ മുന്നോട്ടും പിന്നോട്ടും പോവാതെ സംശയത്തോടെ അവിടെ നിന്നാൽ നേരം വെളുക്കുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. കാരണം വെട്ടം വന്നാലല്ലേ പിന്നെ അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോഴായിരിക്കും നമ്മുടെ സമയം മുഴുവൻ നഷ്ടമാകുന്നത്. ജീവിതത്തിൽ ആ സമയത്ത് ചെയ്യാനുള്ള പല കർമ്മങ്ങളും നമുക്ക് ചെയ്യാതെ പോവുകയാണ്. പിന്നെ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫലവും കൂടെ നമ്മൾ അനുഭവിക്കണം. കർമ്മം ചെയ്യാതിരുന്നാലും ഫലം അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ അപ്പോൾ ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായം ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിലെ 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തസ്മാത് അജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനസ്നാത്മന ചിത്വൈനം സംശയം യോഗം അധിഷ്ഠോത്തിഷ്ഠ ഭാരത. അതാണ് നേരത്തെ പറഞ്ഞ അറിവിന്റെ വാളുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടായ ഈ മനോമാലിന്യങ്ങളെ മുഴുവൻ അറുത്തു മാറ്റിയിട്ട് ഉയർത്തെഴുന്നേൽക്കൂ എന്നാണ്. ഈ മാനസിക സംശയങ്ങളെല്ലാം അറിവില്ലായ്മ കൊണ്ടുണ്ടായിട്ടുള്ള ഇത്തരം എല്ലാ മനോമാലിന്യങ്ങളും മാനസിക സംശയങ്ങളും അറിവിന്റെ ജ്ഞാനത്തിന്റെ വാളുകൊണ്ട് അറുത്തു മാറ്റൂ. അതാണ് അറിവുള്ളവൻ ഒരിക്കലും സംശയം ഉണ്ടാകില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഉറപ്പ് കിട്ടും. ഇപ്പൊ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കാനാണ്. അർജുനനെ സാക്ഷിയാക്കി നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. 3-ാമത്തേതാണ് വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടുക. വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? ഈ ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരം വിഷയങ്ങളും. അവിടെയാണ് കോപം, ഭയം, ആസക്തി, ഇങ്ങനെയുള്ള കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം എന്നൊക്കെ പറയുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ നാം രക്ഷപ്പെടുത്തി എടുത്താൽ മാത്രമേ നമുക്ക് കര കയറാൻ പറ്റൂ. അതുകൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്തരം വിഷയങ്ങളിൽ നിന്നും നാം മുക്തരാകുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് ശാന്തത കൈവരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ജ്ഞാനവും സമാധാനവും മനഃശാന്തിയും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഭഗവാൻ ആരോട് പറയുകയാണ്? അർജുനനോട് പറയുകയാണ്. സംഖ്യായോഗത്തിലെ 15-ാമത്തെ ശ്ലോകം, യം ഹിന്ന വെദേ അന്ത്യേത പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സേ മൃത്വായ കൽപ്പതേ. എന്തിനും ഏതിനും പരിഹാരം ഇതിനകത്തുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്. ഇങ്ങനെയുള്ള വിഷയാനുഭവങ്ങൾ സമദുഃഖങ്ങളെ അല്ലെങ്കിൽ സുഖദുഃഖങ്ങളെ സമമായി കാണുന്ന ഒരുവനെ ക്ലേശിപ്പിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് ദുഃഖത്തിനെയും സുഖത്തിനെയും നമുക്ക് ഒന്നായി കാണാൻ സാധിച്ചാൽ ഒരിക്കലും എന്തുണ്ടാവില്ല? ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവില്ല. സുഖമുള്ളിടത്തെ ദുഃഖമുള്ളൂ, ദുഃഖമുള്ളിടത്തെ സുഖവുമുള്ളൂ. സുഖം മാത്രം മതിയോ ജീവിതത്തില്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈശ്വരനെ മറന്നു പോകും. കുന്തി ദേവി എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒന്നായിരുന്നു, എനിക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ തരണേ എന്ന്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതോ എനിക്ക് എന്നും സുഖം തരണേ എന്നാണ്. പക്ഷെ കുന്തി ദേവി അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്, എനിക്ക് ദുഃഖങ്ങൾ നൽകണേ എന്നാണ്. കാരണം തിരക്കിയപ്പോഴോ ദുഃഖങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് ഭഗവാനെ എന്നും വിളിക്കാൻ സാധിക്കൂ, ഭഗവാന്റെ രൂപം എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കൂ. സുഖം വന്നാൽ നാം ഭഗവാനെ മറക്കും, ഈശ്വരനെ മറക്കും. സുഖമില്ല, ദുഃഖം ഉണ്ടായിട്ട് പോലും ഈശ്വരനെ മറന്നാണ് ഇന്ന് എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ദുഃഖവും കൂടി ഇല്ലാതിരുന്നെങ്കിലോ? അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയാണ്, സുഖദുഃഖങ്ങളെ സമമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകൂ, നീ നിന്റെ കർമ്മം ചെയ്യൂ എന്ന് അർജുനനെ ഉപദേശിക്കുന്നു. 4-ാമത്തേതാണ് ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുക, ഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുക.
യുദ്ധഭൂമിയിൽ തളർന്നിരിക്കുന്ന അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, ഈ ഘോരമായ കർമ്മം ചെയ്യാൻ എന്തിനാണ് കൃഷ്ണ എന്നെ നിയോഗിച്ചത്? എനിക്ക് എന്റെ ബുദ്ധി ഭ്രമിക്കുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ എനിക്ക് ശ്രേയസ് വരുത്തുന്നത് എന്താണെങ്കിലും പറഞ്ഞു തരൂ എന്ന് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ മറുപടിയാണ്, ആർക്കും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ വർത്തിക്കാനാകില്ല. എല്ലാവരും പ്രകൃതിയിൽ നിന്നുളവാകുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സത്വരജ തമോ ഗുണങ്ങളാൽ അവനവന്റെ കർമ്മങ്ങൾ ചെയ്തേ മതിയാകൂ. കർമ്മരഹസ്യം മനസ്സിലാക്കാതെ കർമ്മേന്ദ്രിയങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ സദാ സ്മരിക്കുന്നവൻ മിഥ്യാചാരനാണ്. നീ ഇപ്പോൾ ഒരു മിഥ്യാചാരനെ പോലെ നിൽക്കാതെ നിന്റെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യേണ്ടുന്ന കർമ്മം അനുഷ്ഠിക്കൂ എന്ന് ഭഗവാൻ ആരോട് പറയുന്നു? അർജുനനോട് പറയുന്നു. അല്ലയോ അർജുന, എന്നാൽ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ഞാനെന്നോ എന്റേതെന്നോ ആയ ഭാവങ്ങളെ ഉപേക്ഷിച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ആസക്തനായി സ്വധർമ്മം അനുഷ്ഠിക്കുന്നവൻ ശ്രേഷ്ഠനാകുന്നു. മഹത്തായ വാക്കുകളാണ്. ഇത്രയും മഹത്തായ വാക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പ്രയോഗിച്ചാൽ, പ്രായോഗികമാക്കിയാൽ അർജുനനെ പോലെ നമുക്കും എല്ലാം മറന്ന് നമ്മുടെ കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കും. അത് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലേതാണ്. 3 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ. ലോകേസ്മിൻ ദുവിധ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അവിടെ മുതൽ ശരീരയാത്രാഭിചതേ എന്ന് പറയുന്ന ആ ശ്ലോകം വരെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. എല്ലാവർക്കും മനസ്സുകൊണ്ടത് ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഫലാസക്തി കൂടാതെ ചെയ്യേണ്ടുന്ന കർമ്മം അനുഷ്ഠിക്കുക. അനാസക്തനായി കർമ്മം അനുഷ്ഠിക്കുന്ന പുരുഷൻ പരമപദത്തെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇനി 6-ാമത്തേതാണ് പരംപൊരുളിനെ തിരിച്ചറിയുക. പരമ്പൊരുൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി സ്വരൂപത്തെ നാം തിരിച്ചറിയണമെന്ന് പറയുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ പ്രത്യേകം കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഗീതയിൽ ഭഗവാൻ പറയുന്ന ആ ഒരു കാര്യം പറയാം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്തോ മമ വ്യയമനുത്തമം. 7-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണ്, ജ്ഞാനവിജ്ഞാന യോഗത്തിലെ. അതിൽ പറയുന്നത് എന്താ? നാശരഹിതവും അത്യന്തം ഉത്തമവുമായ എന്റെ പരമഭാവത്തെ അറിയാത്ത ബുദ്ധിഹീനന്മാർ വെറും ഒരു വിഗ്രഹമായി കണ്ട് തൊഴുതു പോകുന്നു എന്ന് ഭഗവാൻ പറയുന്നത്. ബുദ്ധി ഇല്ലാത്തവരാണ് അങ്ങനെയുള്ളവരെന്നാണ്. അതായത് എന്താ? ഒരു വിഗ്രഹത്തെ മാത്രം കണ്ട് അത് ഞാനാണെന്ന് വിചാരിച്ച് തൊഴുതു പോകുന്നത് ബുദ്ധി ഇല്ലാത്തവരാണ്, മണ്ടന്മാരാണ്. അല്ലാതെ നാശരഹിതവും അത്യന്തം ഉത്തമവുമായിട്ടുള്ള ഈ എന്റെ പരമഭാവത്തെ, ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണെന്ന തിരിച്ചറിവില്ലാതെ ഒരു കല്ലിൽ, ഒരു വിഗ്രഹത്തിൽ മാത്രം എന്നെ തൊഴുതു പോകരുത്. വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? വിശേഷേണ ഗ്രഹിക്കാനുള്ളതാണ്. അതായത് ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, ഈ സർവചരാചരങ്ങളിലും, കല്ലിലും മണ്ണിലും പൂവിലും പുഴുവിലും പുഴയിലും മരത്തിലും എല്ലാം, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, നാം ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപമാണ് എന്ന് തിരിച്ചറിയാനുള്ളതാണ് വിഗ്രഹങ്ങൾ. ഒരു കുട്ടി ഈ അടുത്ത കാലത്ത് ഒരു സംശയം ചോദിച്ചതാണ്, എന്താണ് ഈ അമ്പലങ്ങളിലെല്ലാം കല്ലിനെ പൂജിക്കുന്നതെന്ന്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ആ രക്ഷകർത്താവിന് ഇല്ലാതെ പോയത് കൊണ്ട് അതൊരു വലിയ സംശയമായിട്ട് അവന് മാറുകയും അത് മറ്റൊരാളിലേക്ക് ചെന്ന് മറ്റൊരാളോട് ചോദിച്ചപ്പോൾ ഈ വിഗ്രഹാരാധനയെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന ഒരാളോടാണ് ആ സംശയവുമായി ചെന്നത്. അവൻ അവിടെ നിന്ന് കിട്ടിയ ഉത്തരം അത്തരത്തിലുള്ളതായിരുന്നു. ആ കുട്ടിയുടെ മനസ്സ് അവിടെ മാറ്റം സംഭവിച്ചു. ആ അമ്മയും അച്ഛനും ഇപ്പോൾ വളരെ ദുഃഖിതരാണ്. ഭഗവത്ഗീത ക്ലാസ്സിൽ വരുന്ന, എനിക്ക് പേരെടുത്ത് പറയാൻ സാധ്യമല്ല, അങ്ങനെയുള്ള ഒരു രക്ഷകർത്താവാണ്. വളരെ ദുഃഖത്തോടെയാണ് വന്ന് പറഞ്ഞത്, അമ്പലത്തിൽ പോവാൻ വിളിക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അവിടെ കല്ലിനെ വെച്ച് പൂജിക്കുന്നിടത്ത് എന്തിനാ ഞാൻ വരുന്നത് എന്ന്.
അമ്മയും അച്ഛനും ഒക്കെ അന്ധവിശ്വാസികളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ന് ആ കുട്ടി എൻ്റെ ഭഗവത്ഗീത ക്ലാസ്സിൽ വരുന്നുണ്ട്. എല്ലാ ദിവസവും ഗീത വായിക്കുന്നുണ്ട്. രാവിലെ ഉറക്കം എഴുന്നേൽക്കും, 6 മണിക്ക് മുന്നേ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ടോ പ്രാണമന്ത്രം, നമ്മുടെ പ്രാണായാമവും പ്രണവ മന്ത്രവും ഒക്കെ ചൊല്ലി, ഓം മന്ത്രവും ചൊല്ലിയിട്ട് അവൻ ആദ്യം പോകുന്നത് ക്ഷേത്രത്തിലാണ്. ആ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം അവർക്ക് ജീവിതത്തിൽ ഇനി മറ്റൊന്നും വേണ്ട. കാരണം അത്രയും ദുഃഖം അവർ അനുഭവിച്ചു. എന്നും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവുകയും വീട്ടിൽ പൂജ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയാണ് സ്വന്തം മകനിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ അതൊക്കെ മാറി. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്കുണ്ടാവണം. വിഗ്രഹം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി സ്വരൂപനെ ഗ്രഹിക്കാനുള്ളതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ സന്ദർശനത്തിനായിട്ട് പോയപ്പോ രാജാവ് ഇതേ ചോദ്യം സ്വാമിജിയോട് ചോദിച്ചു. ഹിന്ദുക്കളുടെ ഈ ഒരു ആചാരം തെറ്റല്ലേ, വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി രാജാവിനോട് പറഞ്ഞു, ആ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ചിത്രം ഒന്ന് എടുക്കാമോ എന്ന്. അങ്ങനെ ആ ചിത്രം സ്വാമി എടുത്തിട്ട് പറഞ്ഞു, ഈ ചിത്രത്തിലേക്കൊന്ന് തുപ്പാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, അയ്യോ ഇത് തുപ്പാനോ, ഇതെന്റെ അച്ഛന്റെ ചിത്രമാണ്. അപ്പോൾ സ്വാമി ചോദിച്ചു, അതിനെന്തത് ചിത്രമല്ലേ, അച്ഛനല്ലല്ലോ, പിന്നെന്താ തുപ്പിയാലെന്ന് ചോദിച്ചവൻ, ഇല്ല, ഈ ചിത്രം കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇത് തന്നെയാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങളിലും. ഈ വിഗ്രഹം കാണുമ്പോൾ ഞങ്ങളുടെ ഈശ്വരനെയാണ്, ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സർവശക്തിയെയാണ് കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത്. ഇതുപോലെ നമുക്കും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഈ പരമ്പൊരുളിനെ തിരിച്ചറിയണം എന്ന് പറയുമ്പോൾ ആദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ഉത്തരം നൽകാൻ സാധിക്കുമെന്നുള്ള അറിവ് നേടാനുള്ള ഒരു മാർഗം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും വിചാരം അമ്പലത്തിൽ പോകുന്നത് ഭക്തി കൊണ്ടാണെന്നാണ്. കുട്ടികളോട് പറയേണ്ടത്, ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ക്ഷേത്രങ്ങളിൽ പോകേണ്ടത്, മറിച്ചോ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കാനുള്ള സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. നമ്മൾ മനുഷ്യരിൽ 4 തരത്തിലുള്ള എനർജികളുണ്ട്. ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയമായിട്ടും. ഈ 4 തരത്തിലുള്ള എനർജികളെ ഫിസിക്കലി, ശാരീരികമായിട്ട്, മാനസികമായി സൈക്കോളജിക്കലി, ബൗദ്ധികമായി ഇന്റലക്ച്വലി, ആത്മീയമായിട്ട് സ്പിരിച്വലി, ഈ 4 തരത്തിലുള്ള വികാസങ്ങളെ, നമ്മുടെ ശരീരത്തിലെ വികാസങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എനർജികളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. ആ മനോഭാവത്തോടെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ എനർജികൾ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കും. എൻ്റെ ഉള്ളിലുള്ള ഭക്തി, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ എനിക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ എനർജികൾക്ക് വികാസം സംഭവിക്കും. ഞാൻ ആരായി മാറും? സകല ധൈര്യവും സകല ഐശ്വര്യവും നിറഞ്ഞ ഒരു വ്യക്തിയായി മാറുമെന്ന് നമ്മളുടെ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ നാം അങ്ങനെയായി മാറുകയാണ്. ഇതിനാണ് ക്ഷേത്രങ്ങൾ. ഒരമ്പലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ വികാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഇല്ലാതാക്കി